മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 104-ാം സങ്കീർത്തനം 33-ാം തിരുവാക്യം. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ കീർത്തനം പാടും. സങ്കീർത്തകന്റെ ഉറച്ച തീരുമാനമായിരുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഞാൻ കീർത്തനം പാടും. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. നമ്മുടെ ജീവിതത്തിലും ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. തീരുമാനങ്ങളെ ആദരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തെ പ്രതി നമുക്കും ചില തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളെയും, നമ്മുടെ ജീവിതം നേരിടുന്ന വിവിധങ്ങളായ പ്രതികൂലങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ നിരവധിയായ തകർച്ചകള്, നമ്മൾ അനുഭവിക്കുന്ന 100 പ്രശ്നങ്ങൾ എല്ലാം കർത്താവിന്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അടയാളങ്ങൾ നൽകണമേ, അടയാളങ്ങൾ നൽകണമേ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തി, അത്ഭുത ശക്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുത്തണമേ, മധ്യേ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. കരങ്ങൾ അടിച്ച് അഭിഷേകം നിറവോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് മഹത്വത്തോടെ കടന്നു വരുവാൻ നമ്മൾ ഒരുമിച്ച് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരിക, വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. പരിശുദ്ധാത്മാവേ, 10,000-ങ്ങളിൽ പ്രവർത്തിക്കണമേ, നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. തകർച്ചകൾ ഉയർച്ചകളാക്കണമേ പരിശുദ്ധാത്മാവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. പൈശാചിക ആധിപത്യങ്ങള്, എല്ലാ പാപരോഗ ശാപശക്തികള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക സമൃദ്ധി നിറയട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. കം കം ഹോളി സ്പിരിറ്റ്, കം കം ഹോളി സ്പിരിറ്റ്, കം
കം ഹോളി സ്പിരിറ്റ് കം. സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവ് വരിക. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക് വരിക. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, എല്ലാ പ്രതിസന്ധികളുടെ മേലും പരിശുദ്ധാത്മാവേ നിറയണമേ. ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളുടെ മേൽ പരിവർത്തിക്കുവാൻ യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, മനോഭാരങ്ങളിലേക്ക്, വിട്ടുമാറാത്ത രോഗപീഠകളിലേക്ക് സർവശക്തിയോടെ വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗശാന്തികൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, കൃപാവരങ്ങളുടെ സമൃദ്ധി നൽകണമേ. ശക്തമായ ആത്മപകർച്ചയാൽ ഓരോ ജീവിതത്തെയും നിറയ്ക്കണമേ. ഗവിയ, 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 ഗവിയ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അടിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, സകല ഭാരങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, കഠിന ഹൃദയങ്ങളെ തുറക്കണമേ. ഫീൽ ഹോളി സ്പിരിറ്റ്, അനോയിന്റ്, അനോയിന്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ ആസക്തികളെയും കരിച്ചു കളയണമേ. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളേവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ഇന്ന് അനേകം ജീവിതങ്ങള് വിവിധങ്ങളായ പ്രതിസന്ധികൾ മൂലം ഭാരപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ആകസ്മികമായുണ്ടായ ചില പരാജയങ്ങൾ, തകർച്ചകൾ, പെട്ടെന്നുണ്ടായ ചില ദുരിതങ്ങൾ മൂലം ജീവിതത്തോട് തന്നെ വിരക്തിയുള്ളവരായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്ന ഒരുപാട് വ്യക്തികൾ. കർത്താവിൻ്റെ ആത്മാവ് തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. കുടുംബ ജീവിതത്തിൽ നിന്ന്, സമർപ്പിത ജീവിതത്തിൽ നിന്ന്, പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന്, ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, കർത്താവ് നമ്മൾ നിർത്തിയ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ ആരും തന്നെ ഒളിച്ചോട്ടം നടത്തരുത്. അതെല്ലാം വലിയ നാശത്തിൽ കലാശിക്കുമെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് നമുക്കൊക്കെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം തിരുവചനം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള തിരുവാക്യമാണിത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. നമുക്ക് ദൃഢതയാർന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. കർത്താവിനെ അനുഗമിക്കുന്നതിൽ, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ, കർത്താവിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നതിൽ നമുക്ക് ഉറച്ച ചില നിലപാടുകൾ ഉണ്ടാകണം. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ
വെല്ലുവിളികൾ ഉയർന്നു നിൽക്കുമ്പോൾ അത് കണ്ട് ഭയപ്പെട്ട് പിന്മാറിപ്പോകുവാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ജനം. നമ്മുടെ മുൻപിൽ 100 പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ ഇതിനെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയില്ലെങ്കിലും കർത്താവിനതറിയാം. നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്നൊരു കാര്യമാണത്. പ്രവാചകനായ ഏലിയായുടെ ജീവിതത്തിലൂടെയാണ് ഈ മെസ്സേജ് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്. ആരായിരുന്നു ഏലിയ? പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 1-ാം വചനത്തിൽ ഏലിയ പ്രവാചകനെ കുറിച്ച് ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ ശക്തമായ ഉപകരണമായിരുന്നു പ്രവാചകനായ ഏലിയ. അവൻ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ 3 വർഷം ആകാശത്തിന് കിളിവാതിൽ അടച്ചു. മഴ പെയ്തില്ല, കടുത്ത ക്ഷാമം. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിന് കിളിവാതിലുകൾ തുറക്കപ്പെടുകയാണ്. കർമ്മലിന്റെ മുകളിൽ മുട്ടുമടക്കി ഏലിയ തന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് തീ അയച്ച് അവന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരമരുളുകയാണ്. മരിച്ചവർ ഉയർപ്പിക്കുന്നു. ആഹാബ് രാജാവിന്റെ രഥത്തിന് മുൻപേ ജസ്രൽ കവാടം വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഏലിയ ഓടുകയാണ്. എന്തുമാത്രം അത്ഭുതകരമായ ശുശ്രൂഷകളാണ് പ്രവാചകനായ ഏലിയായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സഭയ്ക്കു വേണ്ടി നിർവഹിച്ചത്. പ്രഭാഷകന്റെ പുസ്തകം 48-ന്റെ 4-ൽ പറയാ, ഏലിയ, അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. അത്ഭുത പ്രവർത്തികളിൽ നീ വളരെ മഹത്വമുള്ളവനാണ്. എന്നാൽ ഈ ഏലിയയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാന കാര്യം ദൈവത്തിന്റെ അരൂപി ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങൾ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വധിച്ചതും ആഹാബ് ജസബലിനെ അറിയിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ ജസബൽ രാജ്ഞി ഇപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും: നാളെ ഈ സമയമാകുമ്പോൾ ഏലിയ പ്രവാചകനെ കൊന്നുകളയും, വകവരുത്തും. 3-ാം വചനത്തിൽ ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ജസബൽ വിളിച്ചു പറഞ്ഞ ഈ കാര്യം കേട്ട് ഏലിയ ഭയപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം ഏലിയ ഓടിപ്പോയി ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, ആരാ ഭയപ്പെടുന്നത്? ഏലിയ പ്രവാചകൻ. അത്ഭുത പ്രവർത്തികളിൽ മഹത്വമുള്ള തീനാവുള്ള പ്രവാചകനായ ഏലിയ, അതും ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് ഭയപ്പെടുകയാണ്. എന്താണ് ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം? നമ്മൾ എന്തുമാത്രം അഭിഷേകം പ്രാപിച്ചവരാണെങ്കിലും, നമ്മ എന്തുമാത്രം കർത്താവ് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിലും, നമ്മൾ എന്തുമാത്രം സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനൊക്കെ അനുഗ്രഹമാണെങ്കിലും, ജീവിതത്തിന് ചില നിമിഷങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമുക്കെല്ലാം ഇത്തരത്തിലൊരവസ്ഥയുണ്ട്. ഏലിയ അവൻ ഭയന്ന് അസ്വസ്ഥനായി. അവൻ യൂദയായിലെ ബത്ശബയിലെത്തി. അവിടെ വെച്ച് അവൻ തൻ്റെ ഭൃത്യനെ വിട്ടുപിരിയുകയാണ്. ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. ഭൃത്യനെ അവൻ വിട്ടുപിരിഞ്ഞപ്പോൾ ഏലിയ ഒറ്റയ്ക്കായി. മാനസികമായി നമ്മൾ തളർന്നിരിക്കുമ്പോൾ, മാനസികമായി നമ്മളൊക്കെ ദുഃഖിതരാകുമ്പോൾ നമ്മുടെ അകത്ത് വരുന്നൊരു ചിന്തയാണ്: എനിക്ക് ആരെയും കാണണ്ട, എനിക്കിപ്പോൾ ആരോട് സംസാരിക്കണ്ട, എനിക്ക് തനിച്ചൊന്നിരിക്കണം. ചിലർ നമ്മൾ കണ്ടിട്ടില്ലേ, മുറി അടച്ച് അവരിങ്ങനെ തനിച്ചിരിക്കും. ഇങ്ങനെ ചിന്തിച്ച് 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 ഇങ്ങനെ കാട് കയറി പോകുന്ന കുറേ മനുഷ്യര്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാണ്. നമ്മൾ തനിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ആത്മാവിനെ പിശാച് തൊട്ടു നടത്തുന്നത്. ഈ ഏകാന്തതയുടെ, ഈ ഭയത്തിൻ്റെ, ഈ അവഗണനയുടെ അനുഭവങ്ങളിൽ നാം കർത്താവിനെ വട്ടമിട്ട് പിടിക്കണം. ചിലപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ കർത്താവ് പോലും എന്നെ കൈവിട്ടല്ലോ എന്നുള്ള
നിഷേധാത്മകമായ ചിന്തകൾ നമ്മുടെ അകത്തിങ്ങനെ പൊന്തി പൊന്തി വരും. പക്ഷെ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ ചിന്തകളേക്കാൾ എത്രയോ അപ്പുറമുള്ളവനാണ് യേശു എന്ന വലിയ യാഥാർത്ഥ്യം. നമ്മൾ കർത്താവിനെ വട്ടമിട്ട് പിടിക്കണം. വേദനയുടെ, ഭയത്തിൻ്റെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവേ നീ എന്നെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞ കർത്താവിനെ നമ്മൾ വട്ടമിട്ട് പിടിക്കുമ്പോൾ നമുക്ക് വേണ്ട എനർജി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. 4-ാം വചനത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്, അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. ഏലിയ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം അവൻ തനിയെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിൽ അവശനായി, നിരാശിതനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ മാനസികമായി തളർന്നിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ ചിന്തകളൊക്കെ നമ്മളെ പിടികൂടും. പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അഭിഷേകത്താൽ നിറയപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകാന്തതയുടെ, വേദനയുടെ, കണ്ണുനീരിൻ്റെ, അവഗണനയുടെ, ഭയത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുവാൻ കർത്താവ് അനുവദിക്കും. അത് നമ്മുടെ നാശത്തിനല്ല, ദൈവാശ്രയത്വം നമ്മിൽ വളർത്തുവാൻ കർത്താവ് അനുവദിക്കുന്ന ചില സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. വാടാ മുൾച്ചെടിയുടെ തണലിരുന്ന് ഏലി എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, മഹത്വമുള്ള ശുശ്രൂഷകൾ എനിക്ക് നൽകണമേ, ദേശങ്ങളെ, രാജ്യങ്ങളെ കർത്താവിന് വേണ്ടി പിടിച്ചടക്കുവാനുള്ള അഭിഷേകം എനിക്ക് നൽകണമേ. ഇതാണോ ഏലിയ പ്രാർത്ഥിച്ചത്? ഏലിയ പ്രാർത്ഥിക്കുക, മതി, എനിക്ക് മടുത്തു കർത്താവേ, എനിക്ക് ജീവിതം തന്നെ മടുത്തു. നമ്മൾ പലരും ഇതുപോലെ പറഞ്ഞിട്ടില്ലേ? ചിലരുന്ന് ചിരിക്കാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യം ഇത്. ചില പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരില്ല. ഇവിടെ ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല. പ്രവാചകന്റെ ഒരുപാട് പ്രാർത്ഥനകളിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതായി തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മരിക്കാൻ വേണ്ടി ഏലിയ പ്രാർത്ഥിക്കുക. ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണോ? ആ വാടാ മുൾച്ചെടിയുടെ തണലിൽ അവൻ മരിച്ച് ഉറുമ്പരിച്ച് ചത്തു ചീഞ്ഞ് പോകാനാണോ ഇത്രയും വലിയ അഭിഷേക ശുശ്രൂഷയിലേക്ക് കർത്താവ് ഏലിയായി വിളിച്ചത്? ഒരിക്കലുമല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ നമ്മളെ കടന്നാക്രമിക്കും. എന്തിനായി ജീവിതം എന്ന് ചിന്തിച്ച് നമ്മൾ ആകെ അസ്വസ്ഥരാകും. ഐ ആം നോട്ട് വർത്തി, എനിക്ക് ഒരു യോഗ്യതയുമില്ല, ഞാൻ ശരിയല്ല, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല. ഏലിയാ പറഞ്ഞത്, മതി കർത്താവ്, എനിക്ക് മടുത്തു, എനിക്ക് ശുശ്രൂഷ ജീവിതം മടുത്തു. എത്ര പേര് പറയുന്നുണ്ട്, മടുത്തു, എനിക്ക് കുടുംബജീവിതം മടുത്തു. എന്തിനായി കുടുംബജീവിതം? ഈ സമർപ്പിത ജീവിതം എനിക്ക് മടുത്തു. ചിലപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട വന്യ വൈദികരെ പോലും ചിന്തിച്ചു കാണും, എന്തിനാ ഈ പൗരോഹിത്യ ജീവിതം? നമ്മളൊക്കെ ഇത്തരത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഏലിയ പറഞ്ഞു, എൻ്റെ ജീവൻ എടുക്ക്. അവൻ ആത്മഹത്യക്കായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് എന്താ സംഭവിച്ചത്? ആ വാടാ മുൾച്ചെടിയുടെ ആ തണലിൽ കിടന്ന് ഏലിയ മടുത്ത് അവൻ ഉറങ്ങിപ്പോയി. അവൻ ഉറക്കിയതും കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവ് തൻ്റെ ദൂതനെ പ്രവാചകനായ ഏലിയാന്റെ അരികിലേക്ക് വിട്ടു. ഒരു വലിയ ശബ്ദം കേൾപ്പിച്ച് ഏലിയാവിനെ ഉണർത്തുകയല്ല ചെയ്തത്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പുറത്തിങ്ങനെ തട്ട്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോൾ പലപ്പോഴും അമ്മമാർ കാണിക്കുന്നൊരു കാര്യമുണ്ട്. പെട്ടെന്ന് കുഞ്ഞിനെടുത്ത് ആ കുഞ്ഞിനെ പുറത്തിങ്ങനെ രണ്ട് തട്ടുമ്പോൾ അലറിക്കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ശാന്തനാവുകയാണ്. കാരണം എന്താ? ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. ഒരു സുരക്ഷിതത്വം ആ കുഞ്ഞിന് ബോധ്യപ്പെടുകയാണ്. കർത്താവ് ഇത് തന്നെയാണ് തൻ്റെ പ്രവാചകനോട് ചെയ്തത്. ദൂതനെ അയച്ചു. ദൂതൻ എന്താ ചെയ്തത്? ഏലിയായെ തട്ടിയുണർത്തി. ഏലിയായുടെ പുറത്ത്, ഏലിയാ എഴുന്നേൽക്ക്,
എഴുന്നേൽക്ക്. നീ ഒറ്റയ്ക്കല്ല, നീ വളരെ അനോയിന്റഡ് ആണ്. നീ കർത്താവിന് പ്രയോജനമുള്ളവനാണ്. നീ ഇങ്ങനെ വാടാ മുൾച്ചെടിയുടെ തണലിൽ ചത്തുപോകാൻ വിളിക്കപ്പെട്ടവനല്ല. നിനക്ക് വലിയൊരു അത്ഭുത ശുശ്രൂഷ ചെയ്യേണ്ടതുണ്ട്. നീ എഴുന്നേൽക്ക്. എലിയ എഴുന്നേൽക്ക്. അവൻ എഴുന്നേറ്റപ്പോൾ ചുടുകല്ലിൽ ചുട്ടപ്പവും ഒരു പാത്രം വെള്ളം ഇരിക്കുന്നത് കണ്ടു. അവനത് കഴിച്ച് ശക്തി നേടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തുറന്നുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഏലിയ ഈ ഭക്ഷണപാനീയങ്ങൾ ശക്തിയോടെ 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിൽ അവനെത്തുകയാണ്. പിന്നീട് കാണാൻ കഴിയുന്നത് അത്ഭുതകരമായ ശുശ്രൂഷയാണ്. തൻ്റെ പിൻഗാമിയായി ദൈവം ഏലിയായിലൂടെ എലീഷായെ തെരഞ്ഞെടുക്കുകയാണ്. ഏലിയായും എലീഷായും ഒരുമിച്ച് വരികയാണ്. രാജാക്കൻ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം വചനത്തിലോട്ട് വരിക. തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള മഹത്വം സ്വർഗം ഏലിയ പ്രവാചകന് നൽകുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനെ പ്രതി നമ്മളൊരു ചെറുപേരിൽ അനക്കിയാൽ അതിന് പോലും പ്രതിഫലമുണ്ട്. ഞാൻ ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ചപ്പോൾ പ്രകാരം ചിന്തിച്ചു, ദൈവം എന്തുമാത്രം അത്ഭുതകരമായി ഏലിയ പ്രവാചകനെ ഉപയോഗിച്ചു. ആ വാടാമുൾച്ചെടിയുടെ തണലിൽ അവൻ ചത്തുപോയിരുന്നുവെങ്കിൽ ആരും അവൻ അറിയില്ലായിരുന്നു. എല്ലാവരും ഇപ്രകാരം പറയും, ഏലിയ പ്രവാചകന്റെ ശുശ്രൂഷ തികച്ചും പരാജയമായിരുന്നു, അവൻ്റെ അന്ത്യം ദാരുണമായിരുന്നു. ആൾക്കാർക്ക് കൈകൊട്ടിച്ചിരിക്കാനും പരിഹസിക്കാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസന്മാരെ ലജ്ജിതരായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തിയിട്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. ചില നിമിഷങ്ങൾ നമുക്കൊക്കെ തോന്നിപ്പോകും, മതി, ഇത് അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടിയത്? ആർക്ക് വേണ്ടിയത്? ഞാൻ ചെയ്യുന്നത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, മടുത്തു, ഞാൻ ഇതെല്ലാം നിർത്താൻ പോവുകയാണ് എന്ന് ചിന്തിച്ച് ഒളിച്ചോട്ടം നടത്തി ജീവിതത്തിന് വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറിപ്പോയ അനേകരെ ഈ നാളുകളിലുണ്ട്. ഞാൻ ഈ വചന സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഈ അടുത്ത നാളുകളിലാണ് കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം ഒരു ചിന്ത എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ചത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇപ്രകാരം ചിന്തിക്കുന്ന അനേകം ആളുകൾ ഈ നാളുകളിലുണ്ട്. പിന്മാറിപ്പോയി നശിക്കുന്നവരുടെ കൂട്ടത്തിലെല്ലാം നമ്മൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് കർത്താവ് നമ്മെ എണ്ണിയിരിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, ഈ സത്യം മനസ്സിലാക്കി നീ പരിശുദ്ധാത്മ ശക്തിപ്പെടുക. എല്ലാ നിഷേധാത്മകമായ ചിന്തകളിൽ നിന്നും, എല്ലാ നെഗറ്റീവായിട്ടുള്ള മനോഭാവങ്ങളിൽ നിന്നും പുറത്തു വന്ന്, എൻ്റെ കർത്താവേ, വീണ്ടും ഏലിയ പ്രവാചകനെ അഭിഷേകം ചെയ്ത് ഉണർത്തിയതുപോലെ എനിക്ക് ഉണർവ് നൽകണമേ. എന്നെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരണമേ. എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിന് അത്ഭുതമായി മാറുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ തുറന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കുക. ഏലിയ പ്രവാചകന് ദൈവം എന്താ ചെയ്തത്? വലിയ മാന്യത കൊടുക്കുകയാണ്. വലിയ മാന്യത കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പ്രതികൂലവും അതിനുശേഷം ഒരു മഹത്വം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സഹനത്തിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു മഹത്വം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഏലിയായും എലീഷായും ചേർന്ന് അവർ ജെറിക്കോയിൽ നിന്ന് ജോർദാനിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഒരു വലിയ പ്രകാശം അവിടെ പരക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും ഏലിയായെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കർത്താവ് അയക്കുകയാണ്. തൻ്റെ പ്രവാചകനെ, തനിക്ക് വേണ്ടി സംസാരിച്ച, തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത, തനിക്ക് വേണ്ടി നിലകൊണ്ട തൻ്റെ പ്രവാചകനെ സ്വർഗം മാനിക്കുന്നൊരു അനുഭവം എന്തുമാത്രം ആനന്ദകരമാണ്. ഏലിയ പ്രവാചകനെ കർത്താവ് റിവാർഡ് കൊടുക്കുക. സ്വർഗത്തിൽ നിന്ന് ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അയച്ചു. ഒരു ചുഴലിക്കാറ്റിൽ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, മകനെ, ഇതിനു വേണ്ടിയായിരുന്നു
ഞാൻ നിന്നെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടത്. ആ വാടാമുൾച്ചെടിയുടെ ചുവട്ടിൽ നീ തളർന്നു കുത്തി, നീ നിരാശിതനായി ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ മരിച്ചാ മതി, എൻ്റെ ജീവൻ എടുക്കണമേ എന്ന്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കാതെ ഏലിയ പ്രവാചകനെ തൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കുവാൻ കർത്താവിനെ ഒരുക്കി കൊണ്ടുവരികയായിരുന്നു. ഈ വചനം നമുക്കെന്തുമാത്രം പ്രത്യാശ തരുന്നു, നമുക്കെന്തുമാത്രം ആനന്ദം തരുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ഏത് പ്രതിസന്ധിയിലും നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ നമ്മോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവ് നൽകുന്ന അഭിഷേകത്തെ സ്വന്തമാക്കുവാൻ നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക, എല്ലാവരും മുട്ടുകുത്തുക. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിൽ ഒളിച്ചോട്ടം നടത്തിയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കുക. ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. പലപ്പോഴും മനസ്സ് മടുത്തുപോയി, മരിച്ചാ മതി, ആത്മഹത്യക്ക് വരെ ചിന്തിച്ച പലരും ഇതിനകത്തിരിപ്പുണ്ട്. വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു, ഇതിനകത്തിരിപ്പുണ്ട്. സഹോദര സഹോദരി, എനിക്ക് വിമോചനത്തിന്റെ സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കേ. നമ്മൾ ഒരുമിച്ച് യേശു നാമം വിളിക്കുകയാണ്. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പൈശാചിക ശക്തികളെയും തകർക്കണമേ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ നിർവീര്യമാക്കണമേ. ജീവിതത്തോടുള്ള വിരക്തിയിൽ നിന്ന്, മടുപ്പിൽ നിന്ന്, തളർച്ചയിൽ നിന്ന്, നിഷേധാത്മകമായ ചിന്തകളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലെസ്, അനോയിന്റ്, അനോയിന്റ്. കർത്താവ് നൽകിയ ഈ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധിച്ചിടുന്നേഴ ഞാൻ ആശയാർന്നങ്ങയെ, സക്രാരിയിൽ മറഞ്ഞ നിൻ നിസ്തുല പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ഒളിച്ചോട്ടത്തിന് എല്ലാ അടിമത്ത കെട്ടുകളും പൊട്ടിപ്പോകുവാൻ, ദൈവാത്മാവിന്റെ ശക്തിയാൽ നമ്മളെല്ലാം ഉണർത്തപ്പെടുവാൻ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മ സാന്നിധ്യം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിന് എല്ലാ മണ്ഡലങ്ങളിൽ നിറഞ്ഞൊഴുകുവാൻ നമ്മൾ ആത്മാവിനെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, 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 അഗ്നിമഴ സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കണമേ. അഭിഷേകം നിറവിനാൽ സമൂഹത്തെ മുഴുവൻ ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവിടുത്തെ അത്ഭുത ശക്തി അങ്ങനെ ജനത്തിന്റെ മധ്യേ അയച്ച് സകലരെയും ആത്മാവിൽ പൂരിതരാക്കണമേ. ഹല 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 ഹല. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, അങ്ങിടപെടുന്നതിനായി എല്ലാ ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, നിഷേധാത്മകമായ ചിന്തകളിൽ നിന്നും അങ്ങ് നൽകി വിമോചനത്തിനായി, സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരാകുക. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.
രാജാവേ